കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ എന്നും നിർണായകമായ സ്വാധീനം ചെലുത്തിയിട്ടുള്ള വിഭാഗമാണ് കേരള കോൺഗ്രസുകാർ. പ്രത്യേകിച്ച് കെ എം മാണിയുടെ വേർപിരിയലിനു ശേഷം ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ LDF-ൽ കേരള കോൺഗ്രസ് എം ഇന്നൊരു വലിയ പരീക്ഷണ ഘട്ടത്തെ അഭിമുഖീകരിക്കുകയാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടു. വോട്ടെടുപ്പ് തീയതിയായ ഏപ്രിൽ 9 അടുത്തു വരുന്നു. എന്നിട്ടും സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാൻ സാധിക്കാത്തത് പാർട്ടിക്കുള്ളിലും മുന്നണിക്കുള്ളിലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. കേരള കോൺഗ്രസ് എം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി സീറ്റ് വിഭജനമാണ്. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഇടതു മുന്നണിക്ക് മധ്യ തിരുവിതാംകൂറിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കേരള കോൺഗ്രസിന്റെ വരവ് സഹായിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തവണ കൂടുതൽ സീറ്റുകൾ വേണമെന്നാണ് പാർട്ടിയുടെ ആവശ്യം. കെ എം മാണിയുടെ കോട്ടയായിരുന്ന പാല ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം അഭിമാന പ്രശ്നമാണ്. കഴിഞ്ഞ തവണത്തെ അപ്രതീക്ഷിത പരാജയം അദ്ദേഹത്തെയും പാർട്ടിയെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കിയിരുന്നു. ഇത്തവണ പാലായിൽ തന്നെ മത്സരിച്ച മണ്ഡലം തിരിച്ചു പിടിക്കണമെന്ന സമ്മർദ്ദം അണികൾക്കിടയിലുണ്ട്. എന്നാൽ മണ്ഡലത്തിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അനുകൂലമാണോ എന്ന കാര്യത്തിൽ പാർട്ടി നേതൃത്വത്തിന് നേരിയ ആശങ്കയുണ്ട്. ജോസ് കെ മാണി നേരിട്ട് മത്സരിക്കണോ അതോ മറ്റേതെങ്കിലും വിശ്വസ്തനെ രംഗത്തിറക്കി അദ്ദേഹം സംസ്ഥാന വ്യാപകമായി പ്രചാരണത്തിന് നേതൃത്വം നൽകണോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല. കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ ഒരു സീറ്റ് അധികം വേണമെന്ന നിലപാടിൽ കേരള കോൺഗ്രസ് എം ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ CPM-ഉം CPI-യും ഇതിനെ ശക്തമായി എതിർക്കുന്നു. നിലവിൽ CPI പല സീറ്റുകളും വിട്ടു നൽകാൻ തയ്യാറാവാത്തതും CPM വലിയ കക്ഷി എന്ന നിലയിൽ വിട്ടുവീഴ്ചകൾക്ക് പരിധിയുണ്ടെന്ന് വ്യക്തമാക്കിയതും ജോസ് കെ മാണിയെ സമ്മർദ്ദത്തിലാക്കുന്നു. 5 സിറ്റിംഗ് MLA-മാരോട് മത്സരിക്കാൻ തയ്യാറെടുക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും സീറ്റ് വിഭജനം പൂർത്തിയാകാതെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്താൻ സാധിക്കില്ല. കടുത്തുരുത്തി മണ്ഡലത്തെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പാർട്ടി നേരിടുന്ന പ്രതിസന്ധി രൂക്ഷമാണ്. ഒന്നിലധികം പ്രമുഖ നേതാക്കൾ ഈ സീറ്റിനായി അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. പ്രാദേശിക ഘടകങ്ങൾക്കിടയിൽ ഭിന്നത നിലനിൽക്കുന്നത് പ്രചാരണത്തെ ബാധിക്കുമോ എന്ന ഭയവും നേതൃത്വത്തിനുണ്ട്. മോൻസ് ജോസഫിനെ പോലുള്ള കരുത്തരായ സ്ഥാനാർത്ഥികളെ നേരിടാൻ സർവ്വസമ്മതനായ ഒരാളെ തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. മറുഭാഗത്ത് CPM-ഉം CPI-യും തങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഭരണ തുടർച്ച ലക്ഷ്യമിട്ടുള്ള പ്രചാരണം താഴെത്തട്ടിൽ സജീവമായി കഴിഞ്ഞു. പാലക്കാട് ഉൾപ്പെടെ 5 മണ്ഡലങ്ങൾ സ്വതന്ത്രർക്കായി നീക്കിവെച്ചിരിക്കുന്നത് ഒരു പ്രത്യേക തന്ത്രത്തിന്റെ ഭാഗമാണ്. ന്യൂനപക്ഷ വോട്ടുകളും നിഷ്പക്ഷ വോട്ടുകളും സമാഹരിക്കാൻ ഇത് സഹായിക്കുമെന്ന് LDF കണക്കുകൂട്ടുന്നു. ബൂത്ത് തലത്തിലുള്ള കുടുംബയോഗങ്ങൾ ഇതിനോടകം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ തിരഞ്ഞെടുപ്പ് അതിജീവനത്തിന്റെ പോരാട്ടമാണ്. എന്നാൽ സ്ഥാനാർത്ഥി നിർണയത്തിലെ പതിവ് തർക്കങ്ങൾ ഇത്തവണയും അവരെ വേട്ടയാടുന്നു. സ്ഥാനാർത്ഥി പട്ടികയിൽ തന്റെ അനുയായികൾക്ക് അർഹമായ പരിഗണന ലഭിച്ചില്ലെന്ന പരാതിയുമായി K. സുധാകരൻ രംഗത്തെത്തിയതും കോൺഗ്രസിന് തലവേദനയായിട്ടുണ്ട്. ഹൈക്കമാൻഡ് പ്രതിനിധികൾ നേരിട്ടെത്തി അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുമുണ്ട്. മുസ്ലിം ലീഗ് അവരുടെ കോട്ടകളിൽ ഇത്തവണ വലിയ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറല്ല. സീറ്റ് വെച്ചുമാറുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ PK കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നു. മലപ്പുറത്ത് നടക്കുന്ന ലീഗ് നേതൃത്വ യോഗം ഇതിൽ അന്തിമ തീരുമാനമെടുക്കും. കേരളത്തിൽ മൂന്നാം ശക്തിയായി മാറാൻ ശ്രമിക്കുന്ന NDA 95% സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ കരുത്തരായ സ്ഥാനാർത്ഥികളെ ഇറക്കി ത്രികോണ മത്സരം ഉറപ്പാക്കാനാണ് BJP ശ്രമിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും ദേശീയ രാഷ്ട്രീയവുമാണ് അവർ പ്രധാനമായും ഉയർത്തിക്കാട്ടുന്നത്. കുന്നത്തുനാട് മണ്ഡലത്തിൽ ചക്ക ചിഹ്നവുമായി 2020 നടത്തുന്ന പ്രചാരണം ശ്രദ്ധേയമാണ്. കോൺഗ്രസ് വിട്ടെത്തിയ ബാബു ദിവാകരനെ സ്ഥാനാർത്ഥിയാക്കിയത് രാഷ്ട്രീയ നിരീക്ഷകരെ അത്ഭുതപ്പെടുത്തിയിട്ടുമുണ്ട്. പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളോട് മടുപ്പുള്ള വോട്ടർമാരുടെ പിന്തുണ തങ്ങൾക്കുണ്ടാകുമെന്ന് 2020 അവകാശപ്പെടുന്നു. കേരളത്തിന് പുറമെ തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, ആസാം, പുതുച്ചേരി എന്നിവിടങ്ങളിലും ഈ കാലയളവിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിൽ BJP വിരുദ്ധ മുന്നേറ്റത്തിന് കേരളത്തിലെ ഫലം വലിയ സ്വാധീനം ചെലുത്തും. പശ്ചിമ ബംഗാളിൽ 2 ഘട്ടങ്ങളായി നടക്കുന്ന വോട്ടെടുപ്പ് തൃണമൂൽ കോൺഗ്രസിനും BJP-ക്കും നിർണായകമാണ്. ഏപ്രിൽ 9 നടക്കുന്ന വോട്ടെടുപ്പും മെയ് 4 നടക്കുന്ന വോട്ടെണ്ണലും കേരളത്തിന്റെ അടുത്ത 5 വർഷത്തെ വിധി നിർണ്ണയിക്കും. കേരള കോൺഗ്രസ് എം പോലുള്ള ഘടകകക്ഷികളുടെ സീറ്റ് തർക്കങ്ങൾ പരിഹരിക്കപ്പെടുന്നത് എത്രയും വേഗത്തിലാണോ അത്രയും വേഗത്തിൽ മുന്നണിക്ക് മുന്നോട്ട് പോകാനും സാധിക്കും. ജനങ്ങൾ വികസനത്തിനാണോ അതോ രാഷ്ട്രീയ മാറ്റത്തിനാണോ വോട്ട് ചെയ്യുന്നതെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഓരോ വോട്ടും നിർണായകമാണ്. സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുന്നതോടെ പ്രചരണ രംഗം കൂടുതൽ ചൂട് പിടിക്കുമെന്നതിൽ സംശയമില്ല.